പോറ്റിയും CPM നേതാക്കളും തമ്മിലുള്ള ചിത്രമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തിക്കാട്ടുന്നത്. എങ്ങനെയാണ് ആ ചിത്രങ്ങളെ CPM പ്രതിരോധിക്കുക? CPM നേതാക്കൾ എന്ന് പറയുമ്പോൾ കടകംപള്ളിയുടെ കൂടെയുള്ള ചിത്രമായിരിക്കും ഉദ്ദേശിച്ചത്. ഇന്നലെ കടകംപള്ളി അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. സോണിയാഗാന്ധിയുടെ കൂടെയുള്ള ചിത്രം വന്നിട്ട് നിങ്ങൾ എന്താ ചോദിക്കാഞ്ഞത്? സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റി നിൽക്കുക മാത്രമല്ല, സോണിയാഗാന്ധിയുടെ കയ്യിൽ എന്താ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു. നിങ്ങൾ എന്താ ചോദിക്കാത്തത്? സോണിയാഗാന്ധിയുമായിട്ടുള്ള ചിത്രത്തെ സംബന്ധിച്ച് ഇന്ന് കടകംപള്ളി സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അത്തരത്തിലുള്ള ചിത്രം സ്വാഭാവികമായിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേ നിലപാട് തന്നെയാണോ CPM-നുള്ളത്? മറ്റേ സ്വാഭാവികമായിരിക്കുന്ന നിലപാടാണോ നിങ്ങൾക്കുള്ളത്? ആണോ? നേരത്തെ ആദ്യം ചോദിച്ചത് സ്വാഭാവികമായിരിക്കും എന്ന നിലപാടാണെങ്കിൽ നിങ്ങൾ ചോദിക്കേണ്ടതല്ലോ. ഒരെണ്ണം സ്വാഭാവികോ ഒരെണ്ണം അസ്വാഭാവികമാവുന്നത് എങ്ങനെയാണ്? ആ ചോദ്യം എന്താ ചോദിക്കാത്തത്? പ്രധാനമായും CPM ഉയർത്തിയത് സോണിയാഗാന്ധിയുമായുള്ള ചിത്രത്തെ കുറിച്ചായിരുന്നു. സഭയിൽ ഇന്ന് അവരൊന്നും ഉയർത്തിയിട്ടില്ല. സഭയിൽ ഇന്ന് കണ്ടത് എന്താ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സഭയിൽ അവിടെ നിന്ന് പോറ്റിയെ കയറ്റിയത് ആരപ്പാന്ന് അവർ വിളിച്ചിരിക്കുന്നു. അപ്പൊ ഇപ്പുറത്ത് നിന്ന് ഞങ്ങളുടെ കൂട്ടിൽ നിന്ന് കോൺഗ്രസ് ആണ് അയ്യപ്പാന്ന് വിളിക്കുന്നു. അതാണ് വസ്തുത. അതേ ഉണ്ടായിട്ടുള്ളൂ. സഭയിൽ വേറെ സീറ്റിലിരുന്നാലല്ലേ അവർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റൂ. സീറ്റിലിരുന്നാലല്ലേ പ്രശ്നം ചർച്ച ചെയ്യാൻ പറ്റൂ. അവർ സീറ്റിലിരുന്നിട്ടില്ല. അവിടെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചപ്പോൾ ഇനി ഞാൻ ഈ സഭയിൽ കുറെ കാലമായി ആദ്യമായിട്ടാണ് ഇത്ര ഭംഗിയായി പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് ഭംഗിയായി ഭരണപക്ഷത്ത് നിന്ന് മറുപടി മുദ്രാവാക്യത്തിലൂടെ പറയുന്നത് കണ്ടിട്ടുള്ളത്. ഞാൻ തിരിച്ചാണ് ചോദിക്കുന്നത്. പിന്നെന്തിനാണ് നിങ്ങളുടെ നേതാക്കന്മാരുടെ കൂടെ നിൽക്കുന്ന ചിത്രം കണ്ടു എന്ന് പറയുന്നത്? ഇത് ചിത്രമൊന്നും അല്ല വിഷയം. ആരാണ് സ്വർണം മോഷ്ടിച്ചത് എന്ന് അന്വേഷണത്തിലൂടെ മനസ്സിലാവും. ഞങ്ങളല്ലല്ലോ ഈ കാര്യം ഉന്നയിച്ചത്. സോണിയാഗാന്ധിയുടെ അടുത്ത് കടകംപള്ളിയുടെ അടുത്ത് പോകാൻ ഒരു തടസ്സവും ഇല്ല. സോണിയാഗാന്ധിയുടെ അടുത്ത് പോവാൻ നല്ല തടസ്സമുണ്ട്. ഇസറ്റിനപ്പുറമുള്ള കാറ്റഗറി പ്രൊട്ടക്ഷനുള്ള നേതാവാണ്. അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് ഇയാൾക്ക് കിട്ടുമോ? പോയാൽ കിട്ടില്ല. ഏഷ്യാനെറ്റിന് വേണ്ടി അവിടെ പോയാൽ ഒരു അപ്പോയിന്റ്മെന്റ് സോണിയാഗാന്ധിയുടെ അടുത്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ടെങ്കിൽ തരപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. കേട്ടില്ലേ? പക്ഷേ ആ അപ്പോയിന്റ്മെന്റ് 3 തവണ തരപ്പെടുത്തി. എന്നിട്ട് സന്ദർശിക്കുകയും ചെയ്യും. സന്ദർശിക്കുക മാത്രമല്ല, സമ്മാനം കൊടുത്തു. ഞങ്ങൾ അതിനൊന്നും എതിരല്ല, സമ്മാനമൊന്നും കൊടുക്കുന്നതിന്. പക്ഷേ ഈ പ്രശ്നം ഇത്ര രൂക്ഷമായ ചർച്ചയ്ക്ക് വന്നപ്പോൾ അതൊക്കെ ഒരു വിഷയമാവുമല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒന്ന് മറച്ചു വെച്ച് ഒന്ന് ചോദിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ അതിന് വ്യക്തമായ ജയിലിലുള്ള N വാസുവും പത്മകുമാറും മാത്രമാണോ ജയിലിൽ? ഞങ്ങൾ അതിന് ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്താ? അന്വേഷണ ഘട്ടത്തിലാണ്. ആ അന്വേഷണം കഴിഞ്ഞ് അവർ കുറ്റക്കാരാണെങ്കിൽ ഞങ്ങൾ അവരെ സംരക്ഷിക്കില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞു. ആരായാലും. പക്ഷേ N വാസും പത്മകുമാറിന് അപ്പുറം കുറെ പേരുകളുണ്ടല്ലോ ജയിലിൽ കിടക്കുന്നത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്? നിങ്ങളെന്താ അത് പറയാത്തത്? നിങ്ങളെന്താ അത് ചോദിക്കാത്തത്? അപ്പൊ ഇതിൽ ഞങ്ങൾക്ക് പക്ഷഭേദമൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞത് കോടതിയുടെ അന്വേഷണം ഞങ്ങൾ അംഗീകരിക്കുന്നു. ആ അന്വേഷണം തൃപ്തികരമായി നടക്കും. അത് നടന്നു കഴിഞ്ഞ് ആരാണോ കുറ്റക്കാർ അവർ ശിക്ഷിക്കപ്പെടും. പക്ഷെ ഞങ്ങൾ പറയുന്നു ഈ പോറ്റിയെ കയറ്റിയത് ഞങ്ങളല്ല. കേട്ടില്ലേ? അപ്പോൾ അന്വേഷണം നടത്തി ആരാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ ശിക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. നമുക്ക് അന്വേഷണ ഘട്ടത്തിൽ ഞങ്ങൾ ആരും അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. അന്വേഷണം പൂർത്തിയാവട്ടെ, അപ്പോൾ നമുക്ക് പറയാം.